ഹലോ എവരി വൺ, ഐ എം ഗോകുൽ. നമ്മളിന്ന് മിഖായൽ താലിൻ്റെ ഒരു കിടിലൻ ഗെയിമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് കുറേ നാളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഗ്രാൻഡ് മാസ്റ്റേഴ്സിൻ്റെ ഗെയിം അനലൈസ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ ഗെയിം അനാലിസിസ് സീരീസ് എന്നുള്ള ഒരു സംഭവത്തിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഈ ഗെയിം എന്ന് പറയുന്നത് മിഖായൽ താലും അദ്ദേഹത്തിൻ്റെ ട്രെയിനറായിരുന്ന അലക്സാണ്ടർ കോബ്ലൻസ് എന്ന് പറയുന്ന ഒരു ചെസ് പ്ലെയറും കൂടെ കളിച്ച ഒരു ഗെയിമാണ്. നമുക്കറിയാമല്ലേ, മിഖായൽ താലിൻ്റെ ഗെയിംസ് എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ കൗതുകകരമായ ഗെയിംസാണ്. പലപ്പോഴും അതിനകത്ത് ചില കിടിലൻ സാക്രിഫൈസസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലത്തെ ഒരു നല്ല അടിപൊളി ഒരു ഗെയിമാണ് ഈ ഒരു ഗെയിമും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ താല് വൈറ്റ് ആണ് കളിക്കുന്നത്, കോബ്ലൻസ് ബ്ലാക്ക് ആണ്. അപ്പോൾ താല് E4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, കോബ്ലൻസ് C5 കളിക്കുന്നു, സിസിലൈൻ ഡിഫൻസ്. താല് നൈറ്റ് F3 കളിക്കുന്നു, D6, പോൺ ടു D4. ഇതൊക്കെ നമ്മുടെ സിസിലൈൻ ഡിഫൻസിൻ്റെ നോർമൽ ആയിട്ടുള്ള മൂവ്സ് ആണ്. C ക്യാപ്ചേഴ്സ്, നൈറ്റ് ക്യാപ്ചേഴ്സ്, നൈറ്റ് F6, പിന്നെ നൈറ്റ് ടു C3. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമുക്ക് സിസിലൈൻ ഡിഫൻസിൻ്റെ ഒരു ഗേറ്റ് വേ പൊസിഷൻ എന്ന് പറയാവുന്ന ഒരു പൊസിഷനാണ് അല്ലേ. ഇവിടെ നിന്നാണ് സിസിലൈൻ ഡിഫൻസിൻ്റെ പല മേജർ വേരിയേഷനിലേക്കും, അതായത് നൈദോർഫ് ആയിക്കോട്ടെ, ഷെവനിങ്കൻ ആയിക്കോട്ടെ, ഡ്രാഗൺ ആയിക്കോട്ടെ, അതിലേക്കെല്ലാം നമ്മൾ പോകുന്നത് ഈ ഒരു പൊസിഷനിൽ നിന്നാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു, അപ്പോൾ സിസിലൈൻ ഡിഫൻസിനെ പറ്റി. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക, ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നൈദോർഫ് വേരിയേഷൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമോ എന്ന് എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയും നമുക്ക് അധികം താമസിയാതെ തന്നെ ഉടനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിലും കോബ്ലൻസ് കളിക്കുന്നത് നൈദോർഫ് വേരിയേഷനാണ്, പോൺ ടു A6. അപ്പോൾ A6 എന്ന് പറയുന്ന മൂവ് കളിക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം അല്ലേ. ഈ B5 എന്ന് പറയുന്ന വളരെ ആക്റ്റീവ് ആയിട്ടുള്ള സ്ക്വയറിലേക്ക് വൈറ്റിൻ്റെ 2 നൈറ്റും ബിഷപ്പും അറ്റാക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ക്വയറിലേക്ക് ഈ 3 പീസുകളും, അതായത് 2 നൈറ്റോ അല്ലെങ്കിൽ ബിഷപ്പോ കയറി വരാതിരിക്കാൻ വേണ്ടിയാണ് ബ്ലാക്ക് A6 എന്ന് പറയുന്ന മൂവ് കളിച്ച് ആ സ്ക്വയറിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ശേഷം പല രീതിക്ക് വൈറ്റിനെ കളിക്കാവുന്നതാണ്. വൈറ്റിന് വേണമെങ്കിൽ ബിഷപ്പ് ടു E3 എന്ന് പറയുന്ന മൂവ് കളിക്കാം, ഇംഗ്ലീഷ് അറ്റാക്ക്, നൈദോർഫിനെതിരെ കളിക്കാൻ പറ്റുന്ന നല്ലൊരു മൂവാണത്. അല്ലെങ്കിൽ ബിഷപ്പ് ടു G5 കളിക്കാം, ബിഷപ്സ് അറ്റാക്ക് വേരിയേഷൻ എന്ന് പറയുന്ന ഒരു വേരിയേഷനാണ് നൈദോർഫിൻ്റെ. അല്ലെങ്കിൽ പോൺ ടു S3 കളിക്കാം, അതിനെ ആദംസ് അറ്റാക്ക് എന്ന് പറയും. ഇങ്ങനെ നമുക്ക് പല രീതിക്ക് കളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ വൈറ്റ് കളിക്കുന്നത് ബിഷപ്പ് ടു G5 ആണ്, ബിഷപ്സ് അറ്റാക്ക് വേരിയേഷൻ എന്ന് പറയുന്ന വേരിയേഷൻ. അപ്പോൾ ഇവിടെ ഇനി കോബ്ലൻസ് കളിക്കുന്നത് പോൺ ടു E6 ആണ്. നൈറ്റിനെ ക്വീൻ വെച്ച് ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നൈറ്റും ബിഷപ്പും തമ്മിലൊരു എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ പോൺ വെച്ച് തന്നെ തിരിച്ച് ക്യാപ്ചർ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു ഡബിൾ ഡപ്പോൺസ് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടും ഇനി നമ്മുടെ ബിഷപ്പ് ആ നൈറ്റിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്കിന് തിരിച്ച് ക്വീൻ വെച്ച് റീക്യാപ്ചർ ചെയ്ത് ക്വീനെയും കൂടെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് ശേഷം താല് കളിക്കുന്നത് F4 ആണ്. അപ്പോൾ ക്വീനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ക്വീനെ F3യിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ എഫ് പോൺ അവിടെ കുറച്ച് നേരത്തേക്ക് സ്റ്റക്കായി പോകും. അപ്പോൾ അതുണ്ടാവാതിരിക്കാനായിട്ട് ആദ്യം എഫ് പോണിനെ മുന്നോട്ട് കൊണ്ടുപോയി F4, ഇതിന് ശേഷം ക്വീനെ ആക്ടിവേറ്റ് ചെയ്യാനാണ് താല് ശ്രമിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് ഇവിടെ നിന്ന് ബിഷപ്പ് ടു E7 കളിക്കുന്നു. ആ നൈറ്റിനെ ബിഷപ്പ് വെച്ച് പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി ക്വീനെ അവിടെ നിന്ന് നീക്കാം, കുഴപ്പമില്ല. ഇത്രയും നേരം ആ ക്വീൻ ആ നൈറ്റിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബിഷപ്പ് വന്ന സ്ഥിതിക്ക് ഇനി കോബ്ലൻസിൻ്റെയും അടുത്ത മൂവ് എന്ന് പറയുന്നത് ക്വീനെ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരിക്കും. അപ്പോൾ ആദ്യം താല് ക്വീനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, ക്വീൻ ടു F3. ഇതിന് ശേഷം കോബ്ലൻസ് ക്വീൻ ടു C7 കളിച്ച് കോബ്ലൻസിൻ്റെ ക്വീനെയും കൂടെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതിന് ശേഷം താല് ക്യാസൽ ചെയ്യുന്നു, കോബ്ലൻസ് നൈറ്റ് B ടു D7 കളിക്കുന്നു. നൈറ്റ് ടു C6 കളിച്ചാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഒരു നൈറ്റ് എക്സ്ചേഞ്ച് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കോബ്ലൻസിൻ്റെ നൈറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നൈറ്റ് B ടു D7 കളിച്ച് കുറച്ചുകൂടെ സെൻറ്ററിൽ കൺട്രോൾ ഉണ്ടാക്കി ആ നൈറ്റിനെ അവിടെ പ്രിസർവ് ചെയ്ത് വെക്കാനാണ് കോബ്ലൻസ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വൈറ്റിൻ്റെ മെയിൻ മൂവ് എന്ന് പറയുന്നത് പോൺ ടു G4 ആണ്. നമ്മൾ സാധാരണ കണ്ടുവരുന്ന മെയിൻ മൂവ് എന്ന് പറയുന്നത് G4 ആണ്. പക്ഷേ ഇവിടെ നിന്ന് താല് കളിച്ചത് G4 അല്ല, താല് ബിഷപ്പ് ടു E2 ആണ് കളിച്ചത്. ഇതിന് ശേഷം പോൺ ടു H6 കളിക്കുന്നു കോബ്ലൻസ്, ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാനായിട്ട്. ബിഷപ്പ് തിരിച്ച് H4ലേക്ക് വരുന്നു. പോൺ ടു B5 കളിക്കുന്നു കോബ്ലൻസ്.
ക്വീൻ സൈഡിലെ പോൺസ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് കോബ്ലൻസ് ഇവിടെ നിന്ന് താല് പോൺ ടു E5 കളിക്കുന്നു. ഇവിടെ ഒരു ഡബിൾ അറ്റാക്കാണ് സംഭവിക്കുന്നത്. പോൺ വെച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ ക്വീൻ വെച്ച് A8 റൂക്കിനെയും കൂടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോബ്ലൻസ് ബിഷപ്പ് ടു B7 കളിച്ച് താലിൻ്റെ ക്വീനിനെ അറ്റാക്ക് ചെയ്തു. ഇപ്പോൾ ഇതൊരു സാധാരണ മനുഷ്യൻ കളിച്ച ഗെയിം ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ഇവിടെ വെച്ച് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ച് നോക്കൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. പക്ഷെ ഇത് താലാണ്, നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല പുള്ളി കളിക്കുന്നത്. ഇപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണ പ്ലെയേഴ്സ് ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ നോക്കുക, ബിഷപ്പ് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്വീനെ രക്ഷിക്കണം, നമ്മൾ ക്വീനെ ഏതെങ്കിലും സ്ക്വയറിലേക്ക് മാറ്റുകയേ ചെയ്യത്തുള്ളൂ. പക്ഷേ താലിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. താലിന് ക്വീനിനെ പറ്റി ഒന്നും ഒരു വേവലാതിയില്ല. പുള്ളി നേരെ പുള്ളിയുടെ പോൺ വെച്ച് ആ F6 നൈറ്റിനെ അങ്ങ് ക്യാപ്ചർ ചെയ്തു. ക്വീനിനെ അവിടെ ഓഫർ ചെയ്യാണ്, ഒരു ക്വീൻ സാക്രിഫൈസ് നടത്തി. അപ്പോൾ ബ്ലാക്ക് നേരെ സുഖമായിട്ട് താഴേക്ക് വന്ന് ഈ ക്വീനിനെ അങ്ങ് ക്യാപ്ചർ ചെയ്തു. ഇതിനുശേഷം താല് കോബ്ലൻസിൻ്റെ ബിഷപ്പിനെ റീക്യാപ്ചർ ചെയ്തു. ഇതിനുശേഷം ബ്ലാക്ക് D5 എന്ന് പറയുന്ന മൂവാണ് കളിച്ചത്. ഇതിനുശേഷം ഇവിടെ കളിക്കാവുന്ന പല മൂവുകളുണ്ട്. ഇവിടെ ഒരു പ്രശ്നമുള്ളൊരു മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും തോന്നും താലിൻ്റെ F പോൺ വെച്ച് ബ്ലാക്കിൻ്റെ E7 ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്തുകൂടെ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം അങ്ങനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മൂവിൽ ക്വീനിന് F4 വന്ന് ആ പോണിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ചെക്കാണ്, ഒരു 4 കാണിച്ചിരിക്കും, കിങ്ങിനെയും ബിഷപ്പിനെയും കൂടെ ഇൻവോൾവ് ചെയ്ത്. അപ്പോൾ ചെക്ക് ആയതുകൊണ്ട് കിങ് മൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം H4 ബിഷപ്പിനെ സുഖമായിട്ട് കോബ്ലൻസിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുശേഷം ആ E7 പോണിൻ്റെ കാര്യത്തിലും പെട്ടെന്ന് തന്നെ തീരുമാനമാകും. അപ്പോൾ താല് ഇതല്ല കളിച്ചത്, താല് മറ്റൊരു മൂവാണ് കളിച്ചത്, മറ്റൊരു സാക്രിഫൈസ്. താല് വെറുതെ പുള്ളിയുടെ നൈറ്റിനെയും കൂടെ അങ്ങ് സാക്രിഫൈസ് ചെയ്തു. നൈറ്റ് ക്യാപ്ചേഴ്സ് ഓൺ E6. അപ്പോൾ കോബ്ലൻസ് സുഖമായിട്ട് കോബ്ലൻസിൻ്റെ F പോൺ വെച്ച് ആ നൈറ്റിനെ അങ്ങ് ക്യാപ്ചർ ചെയ്തു. ഇതിനുശേഷം താല് ബിഷപ്പ് ടു H5 ചെക്ക് കൊടുത്തു. അപ്പോൾ ചെക്കിൽ നിന്ന് മാറാനായിട്ട് പോൺ ടു G6 വെച്ച് ഡിഫെൻഡ് ചെയ്യുന്നു. ആ G6 പോണിന് വേറെ ഡിഫൻഡറൊന്നും ഇല്ലാത്തതുകൊണ്ട് താല് ആ G6 പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു, ചെക്കായി. അപ്പോൾ കിങ് F8 മൂവ് ചെയ്തു. താലിൻ്റെ F പോൺ വെച്ച് കോബ്ലൻസിൻ്റെ ഡാർക്ക് സ്ക്വയറിലിരിക്കുന്ന E7 ബിഷപ്പിനെ അങ്ങ് ക്യാപ്ചർ ചെയ്തു. അപ്പോൾ വീണ്ടും ചെക്കാണ്. അപ്പോൾ കിങ്ങിന് പോണിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ഡാർക്ക് സ്ക്വയർ ബിഷപ്പ് ആ പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കിങ് വീണ്ടും G7 മാറുന്നു. താല് ഇവിടെ ബിഷപ്പ് ടു G3 കളിച്ച് F4 പോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, കാരണം ക്വീൻ ആ പോണിനെ ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കോബ്ലൻസിന് ഉള്ള കുറച്ച് നല്ല മൂവ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ക്വീനിനെ C5 കൊണ്ടുവരാം, അല്ലെങ്കിൽ പോണിനെ B4 കൊണ്ടുവന്ന് നൈറ്റിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തൊരു മൂവ് കളിച്ചു കഴിഞ്ഞാലും കോബ്ലൻസ് ഇവിടെ ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിനുള്ള ഒരു വഴിയായിരുന്നു തേടേണ്ടത്. പക്ഷേ കോബ്ലൻസ് ഇവിടെ കളിച്ച ഒരു മൂവ് എന്ന് പറയുന്നത് നൈറ്റ് ടു F6 ആണ്. ഇതുകൊണ്ട് ആകെ ഉണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് E7 ആ പോണിനെ അറ്റാക്ക് ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ വെച്ച് ബ്ലാക്ക് കിങ്ങിന് ഈ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പോൺ ടു F5 ചെക്കാണ്. അപ്പോൾ ഈ ചെക്ക് മൂവ് ചെയ്തതിന് ശേഷം സുഖമായിട്ട് ഈ ക്വീനിനെ വൈറ്റിന് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇത് വൈറ്റിന് വളരെ നല്ലൊരു പൊസിഷനാണ്, കാരണം ബ്ലാക്കിൻ്റെ കിങ് വളരെ വീക്കാണ്. കിങ് ഇരിക്കുന്നത് ബോർഡിൻ്റെ നടുക്കാണ്. മാത്രമല്ല വൈറ്റിന് നല്ലൊരു പാസ്ഡ് പോൺ ഉണ്ട് E7. അതേപോലെ വൈറ്റിൻ്റെ കിങ്ങും വളരെ സേഫാണ്. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇത് വൈറ്റിന് വളരെ നല്ലൊരു പൊസിഷനാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു പൊസിഷനിൽ നിന്ന്, അതായത് ബിഷപ്പ് ടു G3 വൈറ്റ് കളിച്ചിട്ട് ബ്ലാക്ക് കിങ് വൈറ്റിൻ്റെ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കോബ്ലൻസ് ശരിക്കും കളിച്ച മൂവിലേക്ക് തന്നെ പോവാം, നൈറ്റ് ടു F6. അപ്പോൾ നൈറ്റ് ടു F6 കളിച്ചതിന് ശേഷം താലിവിടെ കളിച്ചത് താലിൻ്റെ H റൂക്കിനെ E1 കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, റൂക്ക് H ടു E1. ഇവിടെ വെച്ച് കോബ്ലൻസ് B4 എന്ന് പറയുന്ന മൂവ് കളിച്ച് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. ഇത് വളരെ ഒരു മോശം മൂവാണ്, കാരണം ഒരു മൂവ് മുന്നേ ഇത് കളിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു, കാരണം ഒരു കൗണ്ടർ അറ്റാക്കിനുള്ള ചാൻസ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ മൂവ് കളിച്ചതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ E6 പോൺ ഇപ്പോൾ വളരെ വീക്കാണ്. ആ പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഈ B4 എന്ന് പറയുന്ന മൂവ് കളിക്കുന്നതിന് നല്ലത് ക്വീൻ വെച്ച് D7 വന്ന് ഈ പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ടെങ്കിൽ അതായിരുന്നു ഒരു നല്ല മൂവ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കോബ്ലൻസ് കളിച്ചത്
പോൺ ടു B4 കളിച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഇതുവഴി താലിൻ്റെ റൂക്കിനെ കുറച്ചുകൂടെ ആക്റ്റീവാക്കി. റൂക്ക് ക്യാപ്ചേഴ്സ് ഓൺ E6. ഇതിനുശേഷം കോബ്ലൻസ് ഉറപ്പായിട്ടും ആ നൈറ്റിനെ അങ്ങ് ക്യാപ്ചർ ചെയ്തു. പക്ഷേ താലിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. താല് പോൺ ടു F5 കളിച്ച് ക്വീനിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതിനുശേഷം ക്വീൻ B7 വരുന്നു. അടുത്ത മൂവിൽ ഒരു ചെക്ക്മേറ്റ് ത്രെറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് താല് പോൺ ടു B3 കളിക്കുന്നു. അപ്പോൾ ക്വീൻ തിരിച്ച് D7 വരുന്നു. ഇതിനുശേഷം താല് ബിഷപ്പ് ടു E5 കളിക്കുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും കോബ്ലൻസിന് ഒരു കാര്യം മനസ്സിലായി. ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെ പൊസിഷൻ വളരെ വീക്കാണ്. അതേപോലെ തന്നെ വൈറ്റിൻ്റെ ഒരുപാട് ആക്റ്റീവ് പീസസ് ബ്ലാക്കിൻ്റെ കിങ്ങിന് തൊട്ടടുത്തിരിപ്പുണ്ട്. അപ്പോൾ ഈ പീസുകളിൽ ഏതിനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ അത് ബ്ലാക്കിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് കോബ്ലൻസിന് മനസ്സിലായി. അപ്പോൾ ഇവിടുത്തെ ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് ക്വീൻ വെച്ച് ഈ റൂക്കിനെ ക്യാപ്ചർ ചെയ്ത് ക്വീനെ വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വേറെ ഏതെങ്കിലും ഒരു മൂവ് കളിക്കുകയാണെന്നിരിക്കട്ടെ. ഇപ്പോൾ ക്വീൻ A7 പോയി കഴിഞ്ഞാൽ 3 മൂവിൽ ചെക്ക്മേറ്റ് ആണ് ഇങ്ങനെ. അപ്പോൾ ഇവിടുത്തെ കളിക്കാൻ പറ്റുന്ന ആകെ നല്ലൊരു മൂവ് എന്ന് പറയുന്നത് ക്വീനെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ക്വീൻ ക്യാപ്ചേഴ്സ് റൂക്ക്. ഇതിനുശേഷം പോൺ വെച്ച് താല് ആ ക്വീനെ ക്യാപ്ചർ ചെയ്യുന്നു. ഇതിനുശേഷം കിങ് ഈ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. റൂക്ക് F1 വരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് ബ്ലാക്കിന് കളിക്കാമായിരുന്ന ഒരു മൂവ് എന്ന് പറയുന്നത് റൂക്ക് H2 E8 ആണ്. വളരെ നല്ല മൂവ് എന്നൊന്നും പറയാനൊന്നുമില്ല, ഉള്ളതിൽ ഭേദം എന്ന് പറയാവുന്ന ഒരു മൂവാണ്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും താലിന് തന്നെയാണ് അഡ്വാൻറ്റേജ്. പക്ഷേ ഇവിടെ വെച്ച് ബ്ലാക്ക് കളിച്ചത് നൈറ്റ് ടു H7 എന്ന് പറയുന്ന മൂവാണ്. അതിൻ്റെ കാരണം അടുത്ത മൂവിൽ എന്തായാലും നൈറ്റ് പോകും. അതുകൊണ്ട് വെറുതെ നൈറ്റിനെ കളയണ്ട എന്ന് കരുതി ബിഷപ്പും റൂക്കും തമ്മിലൊരു എക്സ്ചേഞ്ച് നടത്തിയെടുക്കാനാണ് കോബ്ലൻസ് ശ്രമിച്ചത്. അപ്പം നൈറ്റ് H7 വരുന്നു. പുള്ളി ഉദ്ദേശിച്ച പോലെ തന്നെ ബിഷപ്പ് ക്യാപ്ചേഴ്സ് റൂക്ക്, റൂക്ക് ക്യാപ്ചേഴ്സ് ബിഷപ്പ്, ഒരു എക്സ്ചേഞ്ച് നടന്നിരിക്കുന്നു. ഇതിനുശേഷം താല് കളിച്ചത് റൂക്ക് ടു F8 എന്ന് പറയുന്ന മൂവാണ്. രണ്ടാമത്തെ റൂക്കിനെയും കൂടെ പുള്ളി അങ്ങ് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് നൈറ്റ് ഈ റൂക്കിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മൂവിൽ ക്വീൻ പ്രൊമോട്ടായി ചെക്കായി അവസാനം ബ്ലാക്കിൻ്റെ കാര്യം പോക്കാണ്. അപ്പോൾ ഇവിടുത്തെ കളിക്കാൻ പറ്റുന്ന ആകെ ഒരു മൂവ് എന്ന് പറയുന്നത് റൂക്ക് ക്യാപ്ചേഴ്സ് റൂക്ക് മാത്രമാണ്. അപ്പോൾ അടുത്ത മൂവിൽ താല് ആ റൂക്കിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു ക്വീനായിട്ട്. അപ്പോൾ നൈറ്റ് ക്യാപ്ചേഴ്സ് ക്വീൻ വരുന്നു. ഇതിനുശേഷം താലിൻ്റെ പോണിനെ E7 മൂവ് ചെയ്യുന്നു അടുത്ത മൂവിൽ പ്രൊമോട്ട് ചെയ്യിക്കാനായിട്ട് തന്നെ. അപ്പോൾ കിങ് F7 വരുന്നു. താലിൻ്റെ പോൺ വെച്ച് ആ നൈറ്റിനെ ക്യാപ്ചർ ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ക്വീനാക്കി. അപ്പോൾ ബ്ലാക്ക് കിങ് ആ ക്വീനെ ക്യാപ്ചർ ചെയ്തു. ഇതിനുശേഷം വൈറ്റ് കിങ് D1 വരുന്നു. ഈ പൊസിഷനിൽ കോബ്ലൻസ് റിസൈൻ ചെയ്തു. ഇവിടുന്ന് കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വൈറ്റ് തന്നെ ജയിക്കുകയുള്ളൂ. കാരണം വൈറ്റിന് ഒരു പോൺ കൂടുതലും ഉണ്ട്. അതേപോലെ തന്നെ വൈറ്റിൻ്റെ പോൺ സ്ട്രക്ചറും കുറച്ചുകൂടെ നല്ലതാണ്. വൈറ്റിൻ്റെ പോൺസ് എല്ലാം അഡ്ജസ്റ്റൻ്റ് ആയിട്ടിരിക്കുകയാണ് ഇങ്ങനെ അല്ലേ. അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് അടുത്തടുത്ത പോൺസ് ഇരിക്കുകയാണെങ്കിൽ അതൊരു എൻ ഗെയിമിൽ വരുമ്പോഴത്തേക്കും വളരെ നല്ലതായിരിക്കും. കാരണം ഒരു പോണിനെ പുഷ് ചെയ്യുമ്പോഴത്തേക്കും മറ്റേ പോൺ വെച്ച് ആ പുഷ് ചെയ്ത പോണിന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നേരെ മറിച്ച് ബ്ലാക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ഒരു പോൺ കുറവാണ്. മാത്രമല്ല അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഈ 2 പോൺ മാത്രമേ ഉള്ളൂ. മറ്റേ 2 പോൺ എന്ന് പറയുന്നത് കണ്ടം വഴിക്ക് തെറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഒരു കേസിൽ വൈറ്റ് ജയിക്കുകയുള്ളൂ. വൈറ്റിന് ഉറപ്പായിട്ടും ഒരു പോൺ പ്രൊമോഷൻ നടത്തി ക്വീൻ ഉണ്ടാക്കി വളരെ എളുപ്പത്തിൽ ബ്ലാക്കിനെ ചെക്ക്മേറ്റ് ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഗെയിമിൽ സംഭവിച്ചത്. അപ്പോൾ ഈ ഗെയിമിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ക്വീൻ സാക്രിഫൈസ് തന്നെയാണ്. ഈ 2 വശത്തെയും ക്വീൻ പോയ ആ ഒരു സാഹചര്യം നിങ്ങളൊന്ന് നോക്കണം. ഇവിടെ താല് തൻ്റെ ക്വീനിനെ സ്വന്തം ഇഷ്ടപ്രകാരം കോബ്ലൻസിനെ വിട്ടുകൊടുത്തപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് ബ്ലാക്കിൻ്റെ പൊസിഷൻ കാരണം കോബ്ലൻസിനെ കൊണ്ട് തന്നെ കോബ്ലൻസിൻ്റെ ക്വീനിനെ താല് കൊല്ലിച്ചു, ഒരു റൂക്കിനെ പകരം കൊടുത്ത്. അതാണ് മിഖായൽ താൽ. ഇതുപോലെ വേറൊരു മനുഷ്യനും കളിക്കാത്ത രീതിയിൽ കളിക്കുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിനെ ദ മജീഷ്യൻ അല്ലെങ്കിൽ മാന്ത്രികൻ എന്ന് ബാക്കിയുള്ള ചെസ് പ്ലെയേഴ്സ് വിശേഷിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഗ്രാൻഡ് മാസ്റ്റേഴ്സിൻ്റെ ഗെയിം അനലൈസ് ചെയ്ത ആദ്യത്തെ ഒരു വീഡിയോ ആണിത്. നമ്മൾ സാധാരണ നമ്മുടെ ചാനലിൽ ചെയ്യുന്നത് ഓപ്പണിംഗ്, ഗ്യാമ്പറ്റ്സ് അതുപോലത്തെ സംഭവങ്ങളായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും കമൻസിൽ പറയുക. ഇനി ഇതുപോലത്തെ വീഡിയോ ചെയ്യണമെങ്കിലും പറയുക. അതല്ല വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻസിൽ പറയാവുന്നതാണ്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.